അരണ്ട വെളിച്ചമെന്ന കഥയുടെ തുടർഭാഗം. ഒരു കുറ്റവുമില്ലെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തങ്കച്ചിയെപ്പോലെ തന്നെ സൗദാമിനി ചില്ലുകൾ പെറുക്കിയെടുക്കുന്നതിനിടയിൽ, മേലാൽ ഇതുപോലത്തെ മധുരമില്ലാത്ത ടീ തന്നാൽ നിന്റെ മുഖത്തേക്ക് ഞാൻ എറിയും, പറഞ്ഞേക്കാം. 18 വയസ്സ് കഴിഞ്ഞ അഭി എന്ന് വിളിക്കുന്ന അഭിരാമിയുടെ വാണിംഗ്. അത് കേട്ടതും ആനന്ദ് അഭിരാമിയോട് ഇംഗ്ലീഷിൽ പറഞ്ഞു, അവരുടെ പ്രായത്തെയെങ്കിലും ബഹുമാനിക്കൂ എന്ന്. ഉടനെ ആനന്ദിൻ്റെ നേർക്ക് ആ കുട്ടി ചാടിക്കയറി. പലപ്പോഴും ആ കുട്ടി സൗദാമിനിയെ ഇംഗ്ലീഷിൽ ചീത്ത പറയുന്നത് സൗദാമിനി കേൾക്കാറുണ്ട്. ഇംഗ്ലീഷ് തനിക്കറിയില്ല എന്നോർത്താണ്. ഞാൻ എത്ര വരെ പഠിച്ചുവെന്ന് തങ്കച്ചിക്കും എനിക്കും അറിയാം എന്നോർത്തപ്പോഴാണ്. തൻ്റെ സ്കൂൾ കാലഘട്ടവും കോളേജിൽ പഠിച്ചതും ഒക്കെ തങ്കച്ചിയോടൊപ്പമാണ്. 1-ാം ക്ലാസ് തൊട്ട് സൗദാമിനി പഠിച്ചത്. പഠിത്തത്തിൽ തങ്കച്ചിയേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു സൗദാമിനി. അത് വല്ലത് ഈ കുട്ടികൾക്കറിയാമോ? തനിക്കൊരിക്കലും പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വരമ്പത്തില്ലത്തെ ആശ്രിതയായിരുന്നു എൻ്റെ അമ്മ ശാരദ. അച്ഛൻ തടിമില്ലിലായിരുന്നു ജോലി. അമ്മയെ വിവാഹം കഴിപ്പിക്കുമ്പോൾ കണക്കെഴുത്തായിരുന്നു പണി. ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അച്ഛനുണ്ടായിരുന്നു അമ്മയെ വിവാഹം കഴിക്കുമ്പോൾ. തടിമില്ലിലെ തൊഴിലാളികൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ഇടയിൽ കയറിയ അച്ഛനെ അബദ്ധത്തിൽ ഒരാൾ കത്തി കൊണ്ട് കുത്തി. അച്ഛൻ മരിച്ചു. ഞാൻ ജനിക്കുന്നതിന് മുൻപാണ് ഈ സംഭവങ്ങൾക്ക്. അതോടെ അമ്മയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ സഹോദരിയും അച്ഛനും അമ്മയും അമ്മയെ ഇറക്കി വിട്ടു. അതോടെ ഗർഭിണിയായ അമ്മ സ്വന്തം വീട്ടിൽ പോയി നിന്നുവെങ്കിലും അവിടെയും ആങ്ങളയുടെ ഭാര്യ സ്വസ്ഥത കൊടുക്കാതെ അവിടെ നിന്നും ഞാൻ ജനിച്ചതിന് ശേഷം കൈക്കുഞ്ഞായ എന്നെയും കൊണ്ട് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് നാട്ടിലെ പ്രമാണിയായിരുന്ന വരമ്പത്തില്ലത്തെ തമ്പുരാൻ രാമചന്ദ്രൻ ഉണ്ണിത്താനും കുടുംബവും അമ്മയ്ക്ക് അഭയം കൊടുത്തത്. അടുത്ത ഭാഗവുമായി നാളെ കാണാം.